ഹലോ ഫ്രണ്ട്സ്, ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മന്തിയാണ്. നമ്മൾ ബിരിയാണി അരി കൊണ്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ മന്തി ഉണ്ടാക്കാവുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കുഴിമന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബിരിയാണി റൈസ് കൊണ്ട് എങ്ങനെയാണ് ഒരു കുഴിമന്തി ഉണ്ടാക്കിയെടുക്കുന്നത്? സിമ്പിൾ ആണെന്ന് തോന്നുന്നു, ആണോ? സിമ്പിൾ തന്നെ. സിമ്പിൾ തന്നെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളെല്ലാം ഹോട്ടലിൽ നിന്നാണ് മേടിച്ച് കഴിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെ സാധനങ്ങൾ വേണം, എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ പോയാം അടുക്കളയിലോട്ട്. അത് നമുക്ക് ഇതിന് വേണ്ടത് നമ്മുടെ ബസുമതി അരി, നമ്മുടെ സാധാ അരി എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം ഇവിടെ ഞാൻ 2.5 ഗ്ലാസ് ഇടുന്നത്. 2.5 ഗ്ലാസ് ഇട്ട് നമുക്ക് കഴുകി എടുത്തു വെക്കാം. നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി കുതിർത്ത് വെക്കാം. ഒരു അരമണിക്കൂർ ഇവിടെ കിടന്ന് കുതിരട്ടെ. നന്നായിട്ട് കഴുകാതെ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്താൻ വെക്കാം. അത് നമ്മുടെ കേരള മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചിക്കൻ വേണ്ട ഇത്രയും കനക്കെ എടുത്തേക്കുന്നുണ്ടോ. അതിനെ നമുക്ക് പോർക്ക് വെച്ച് ഒന്ന് കുത്തി ഒന്ന് ഇതാക്കാം, മസാലയൊക്കെ ഒന്ന് കയറാൻ വേണ്ടി കേട്ടോ. നമുക്ക് ഇനി അറഞ്ചം പുറഞ്ചം കൂത്താം. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്, വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് ഇതാക്കി വെക്കാം. എന്നാലും നമ്മൾ പോർക്കൊണ്ട് സുഷിരങ്ങളാക്കിയ ചിക്കൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയുള്ള മസാല നമ്മുടെ പച്ചമല്ലി, ഇനി നമ്മൾ മൂപ്പിക്കാൻ വേണ്ടി എടുത്തേക്കാം കേട്ടോ. പച്ചമല്ലി, അതുകൂടാതെ ഇഞ്ചി വെളുത്തുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മാഗിയുടെ മസാല ചിക്കൻ മസാല, അതെ, പിന്നെ ഒരു ഉണക്ക നാരങ്ങ, പിന്നെ 3-4 പച്ചമുളക്. ഇത്രയും മതി. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് മല്ലിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ച മല്ലി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂടാറട്ടെ. ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിക്കകത്ത് അതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നമുക്ക് ഉപ്പിട്ട് അടിച്ചെടുത്ത് മസാല ചേർക്കാം. മന്തിക്കുള്ള മസാലയാണ്. ഇവിടെ ചൂടാക്കിയ മല്ലി ഇടുക. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ മല്ലി ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലയുടെ ക്യൂബ്. രണ്ടുപേർക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിക്കാം കേട്ടോ, ഒരു സ്വല്പം വെള്ളവും കൂടെ, അല്ലെങ്കിൽ നാരങ്ങാ നീരായാലും മതി കേട്ടോ. നമ്മുടെ മന്തിക്കുള്ള മസാല ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ അരച്ച്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപ്പിടുകയും വേണം. നമുക്കിതിട്ട് ഉപ്പൂടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് മയക്കെടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് മസാല എല്ലാം ആക്കത്തക്ക രീതി ഇളക്കിയെടുക്കണം. നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ അവിടെ പച്ചമുളക് എടുത്തിടും കേട്ടോ. ഈ പച്ചമുളക് കൂടെ ഒന്ന് ഞെവിടി ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇത് അരമണിക്കൂർ എടുത്തു വെക്കാം, അടച്ചു വെക്കാം. അപ്പം നമ്മുടെ അരി വേവിക്കാനുള്ള വലിയ ചെമ്പെടുത്ത് ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള സാധനമാണ് നമ്മുടെ ചെറിയ ജീരകം, പെരുജീരകം, തക്കോലം, നമ്മുടെ ജാതിക്കയുടെ കുരു, ഇതെല്ലാം മസാലാസ് എല്ലാം എടുത്തിട്ടുണ്ട്, ഏലക്കെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ചെമ്പിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെറിയ സ്പൈസസ് ഒക്കെ ഇട്ട് ചെറുതാക്കി ചൂടാക്കണം. ചൂടാക്കി ഒന്ന് ഇളക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങ് ചൂടാക്കാൻ വെക്കാം. അതിൻ്റെ അകത്തോട്ട് നമ്മൾ സോക്ക് ചെയ്ത അരി ഇട്ട് കൊടുക്കാം.
അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെച്ച ചിക്കനൊക്കെ മസാലയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയും വേണ്ട നമ്മുടെ സാധനം കുക്കറാണ്. നമ്മൾ ഈ മന്തി ഉണ്ടാക്കുന്ന കുക്കർ മന്തി. നമുക്ക് ഇത് കുക്കറിൻ്റെ അകത്തിട്ട് വേവിക്കാം. നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് പെറുക്കി അങ്ങോട്ട് അടക്കി വെച്ചിട്ട് കുക്കർ വിസിലില്ലാതെ അടച്ചു വെച്ച് വേവിക്കാം. ആ സമയത്ത് നമ്മുടെ ബിരിയാണിക്കല്ല മന്തിക്കുള്ള വെള്ളം ചൂടായിക്കൊണ്ടിരിക്കട്ടെ. ഒരു സൈഡിൽ മന്തിയുടെ വെള്ളം, ഇപ്പുറത്തെ സൈഡിൽ മന്തി. വാവ്, ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നായിട്ട് പെറുക്കിയിടാം. ഇതെല്ലാം നമുക്ക് പെറുക്കിയിട്ട് അടച്ചു വെക്കാം. വിസിൽ വെക്കണ്ട കേട്ടോ, വിസിലില്ലാതെ അടച്ചു വെച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇവിടെ തന്നെ കിടന്ന് വേവട്ടെ. ഞാൻ ആ കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വിസിൽ വെക്കുന്നില്ല കേട്ടോ, വിസിൽ വെക്കാതെ അവിടെ ഇരുന്നൊരു 15 മിനിറ്റ് വേവട്ടെ. ആ സമയത്ത് നമ്മുടെ റൈസിൻ്റെ വെള്ളം ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അരിയിടാം. നമ്മുടെ ഉണക്ക നാരങ്ങ ഇട്ട് കുറച്ച് ഉപ്പുകൂടി ഇടാം. ആ റൈസിന് ആവശ്യമായ ഉപ്പുകൂടി ഇടാം. കല്ലുപ്പ് എന്നല്ല കേട്ടോ, കല്ലുപ്പ് ഇട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം. നമ്മുടെ ചിക്കൻ ഒരു സൈഡിൽ കടന്ന് വേവുന്നുണ്ട്, പുഴുങ്ങിയെടുക്കുന്നുണ്ട്, ഒരരിയും വേവുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ വേണ്ടവർക്ക് വേണേൽ എണ്ണയിൽ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് ഈ കുക്കറിൻ്റെ അടിയിലൊക്കെ പറ്റിപ്പിടിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നമുക്ക് അരിക്കകത്ത് വയ്ക്കാം. കാണിച്ചു തരാം, നമുക്കത് വീട്ടിലൊക്കെ കാണാം. അത് നമ്മുടെ അരി വെന്തിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ഊറ്റിയെടുക്കാം. നമുക്ക് ഈ പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കാവേ. ഒത്തിരി വേവിക്കണ്ട കേട്ടോ, ചെറിയൊരു വേവോടെ എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അലിക്കുട്ടി നമ്മുടെ കുഴിമന്തിയുടെ അരിയൊക്കെ പകുതി വെന്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഇവിടെ ഇരിപ്പുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഓവറായിട്ട് വെന്തിട്ടില്ല. ഒരു എത്ര വേവ്? ഒരു പകുതി. ഒത്തിരി വെന്ത് വരുത് കേട്ടോ, ഒത്തിരി വെന്ത് പോകരുത്. അത് കൂടാതെ തന്നെ നമ്മുടെ ചിക്കൻ ഇതിനകത്ത് കിടന്ന് പുഴുങ്ങി റെഡി ആവുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂടെ കനല് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കനല് ഇതാണ് ഫേവറേറ്റ് എന്ന് പറയുന്നത് അല്ലേ? എങ്ങനെയാണ് സംഭവം? നമ്മുടെ കനല്, നമ്മുടെ വിറകിന്റെ കനല് എടുത്തിട്ട് ജസ്റ്റ് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടാ മതി. അപ്പൊ നമുക്ക് അതിന്റെ ഒരു റെഡിയായി കുഴിമന്തിയുടെ ഒരു ഇത് വരുമെന്നാണ് പറയുന്നത്. എന്താണ് എഫക്റ്റ് വരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, കുഴിമന്തി ആവുന്നുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു പാചകമാണ് അല്ലേ? അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്കി കൂടെ നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, നമ്മുടെ റൈസ് ഒക്കെ തന്നെ വെന്ത് നല്ല സെറ്റ് ആയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 80% വേവിച്ചാട്ടോ, 80% ഇത് വെന്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് വേറൊന്നും നമ്മൾ ഈ മസാല ഒന്നും ഇടുന്നില്ലല്ലോ, അത് നമുക്ക് ചെറിയൊരു ട്രിക്ക് കൂടി ഇതിനകത്ത് പ്രയോഗിക്കേണ്ടതാണ്. 80% നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളൂ ആകട്ടെ. ബാക്കി 100% ആക്കുന്നത് പിന്നീടാണ്. അത് അലിക്കുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് എന്റെ സീക്രട്ട് റെസിപ്പിയാണ്. അതെ. പിന്നെ നല്ല കനൽ വേണമെന്ന് പറഞ്ഞു, നല്ല കനലൊക്കെ എന്റെ കൂടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്. നെയ്യാണോ? ഓക്കെ, നെയ്യാണ് ഒഴിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് പരിപാടിയൊക്കെ. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ കിടന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി പിന്നീട് കാണാം. അത് നമ്മുടെ കുക്കറിൽ വെച്ച പുഴുങ്ങിയ ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുത്ത് മാറ്റാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് വേണേ ഇത് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ചുകൂടി എടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. മസാല ഉണ്ടോ? ഈ മസാല നേരെ നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളമോടെ കണ്ടോ, ഇങ്ങോട്ട് അങ്ങ് ഒഴിക്കുക. കാരണം നമ്മുടെ മന്തിക്കുള്ള മസാല ഇതാ കേട്ടോ.
ഈ ചെക്കൻ്റെ വാക്ക് വന്ന സ്റ്റോക്കാണ്. നമ്മളിത് 80% വേവിച്ചിട്ടുള്ളൂ. നമ്മൾ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ഈ ചോറിൻ്റെ അകത്തോട്ട് തട്ടി നന്നായിട്ട് ഇളക്കി എടുത്താലോ. നമ്മുടെ അരി നമ്മുടെ സാധാ അരിയാണ് കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഈ മസാല എല്ലായിടം പറ്റുന്ന രീതി അങ്ങ് ഇളക്കാം. ആ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ നമ്മളത് കളയുന്നില്ല. ഈ റൈസിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഇതൊന്ന് പിടിക്കട്ടെ. നമ്മൾ 80% കഴിച്ചുള്ളൂ കേട്ടോ. ഈ വെള്ളമയം അങ്ങ് പറ്റുന്ന രീതി ഇവിടെ കിടക്കട്ടെ. നമ്മുടെ കനലാട്ടോ. ഈ കനലൊന്ന് ചെറുതായിട്ടൊന്ന് കത്തട്ടെ. കത്തിക്കഴിഞ്ഞിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചങ്ങ് വെക്കാം. നമുക്ക് ഇച്ചിരി നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇതൊന്ന് പുകഞ്ഞു വരാം. പുകയുന്നുണ്ടേ. എന്നിട്ട് പുകയില്ല. നമുക്കിത് അടച്ചു വെക്കാം. ആ കനലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ. ഇന്നലത്തേക്ക് നമുക്ക് ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. വേണ്ടവർക്ക് ഫ്രൈ ചെയ്താൽ മതി, അല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള രീതി ഉപയോഗിക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ ഉപയോഗിക്കും നല്ലത്. നമ്മൾ പുഴുങ്ങിയെടുത്ത കേട്ടോ. നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഇത്ര വേണ്ട, കുറച്ച് മതി. നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കരിയാപ്പില ഇടാം. നമ്മുടെ നാടൻ കരിയാപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ചിക്കൻ അങ്ങോട്ട് പെരുക്കിടാം. ഇവിടെ കിടന്നൊന്ന് മുരിയട്ടെ. അയവ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസ് റെഡിയാണ്. ഉണ്ടോ? നമുക്കിതങ്ങ് എടുത്ത് മാറ്റാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതാകുമ്പോൾ എണ്ണയൊക്കെ മസാലയൊക്കെ പിടിക്കും. നമ്മുടെ കേരള സ്റ്റൈൽ മന്തി റെഡി ആയിട്ടുണ്ട്. അത് എൻ്റെ സ്വന്തം മന്തിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന മന്തി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ഇടണം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. എന്താ പറയാ, സൂപ്പർ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ ആദ്യമായിട്ടാണ് നമ്മുടെ അലിക്കുട്ടി ഉണ്ടാക്കിയത്. നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.